വയനാട് ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണമെന്ന് ബാങ്കേഴ്സ് സമിതിയോട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായത്തിൽ നിന്നുള്ള തുക അക്കൗണ്ടിൽ വന്നതിനു പിന്നാലെ വായ്പ EMI പിടിച്ചെടുത്ത കേരള ഗ്രാമീൺ ബാങ്ക് നടപടിക്കെതിരെ വയനാട്ടിൽ ബാങ്കിന് മുന്നിൽ വൻ ജനകീയ പ്രതിഷേധം ഉയർന്നതിനു പിന്നാലെയാണ് മുഖ്യമന്ത്രി ബാങ്കേഴ്സ് സമിതിയോട് ദുരിതബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ആവശ്യപ്പെട്ടത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശവും ജനകീയ പ്രതിഷേധവും ഉയർന്നതിനു പിറകെ തിരുത്തൽ നടപടിയുമായി ഗ്രാമീൺ ബാങ്ക് മുന്നോട്ട് വന്നു. EMI തിരിച്ചുപിടിച്ചത് സാങ്കേതിക പിഴവ് മൂലമെന്ന വിശദീകരണവുമായാണ് വയനാട്ടിൽ ഗ്രാമീണ ബാങ്ക് തിരുത്തൽ നടപടി ആരംഭിച്ചത്. തിരികെ പിടിച്ച എല്ലാവരുടെയും തുക തിരിച്ചു നൽകുമെന്നും EMI പിടിച്ചെടുത്ത 3 പേരുടെ തുക തിരിച്ചു നൽകിയെന്നും ബാങ്ക് അധികൃതർ വിശദീകരിച്ചു. ഉരുൾപൊട്ടൽ നടന്ന പ്രദേശത്ത് താമസിച്ചിരുന്നതിൽ ഭൂരിഭാഗവും കർഷകരാണെന്നും വായ്പയെടുത്ത വാഹനങ്ങളും മൃഗങ്ങളും ദുരന്തത്തിൽ നഷ്ടമായെന്നും അതിനാലാണ് വായ്പകൾ എഴുതിത്തള്ളാനുള്ള തീരുമാനം മുന്നോട്ട് വയ്ക്കുന്നതെന്നും മുഖ്യമന്ത്രി ബാങ്കേഴ്സ് സമിതിയോട് നിർദ്ദേശിച്ചു. ദുരന്തത്തിന് ഇരയായവർ പല ആവശ്യങ്ങൾക്കായി എടുത്ത വായ്പകൾ തിരിച്ചടക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സാധാരണ രീതിയിൽ വായ്പ ഒഴിവാക്കുമ്പോൾ ആ തുക സർക്കാർ നൽകുന്നതാണ് പതിവ്. എന്നാൽ വയനാടിന്റെ പുനരധിവാസത്തിന് രാജ്യവും ലോകവും ഒപ്പം നിൽക്കുന്ന അവസ്ഥയിൽ ആ നടപടിയും ബാങ്കേഴ്സ് സമിതി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു. ദുരിതബാധിതർക്ക് അടിയന്തര ധനസഹായമായി സംസ്ഥാന സർക്കാർ നൽകിയ 10,000 രൂപയിൽ നിന്നും EMI ഈടാക്കിയ ഗ്രാമീണ ബാങ്ക് നടപടിയാണ് ബാങ്കിന് മുന്നിൽ ജനകീയ പ്രതിഷേധത്തിനും മുഖ്യമന്ത്രിയുടെ രൂക്ഷ വിമർശനത്തിനും ഇടയാക്കിയത്. വയനാട്ടിലെ ദുരിതബാധിതർക്കുള്ള സർക്കാരിന്റെ അടിയന്തര ധനസഹായത്തിൽ നിന്നുള്ള തുക അക്കൗണ്ടിൽ വന്നതിന് പിന്നാലെ വായ്പ EMI പിടിച്ചാണ് കേരള ഗ്രാമീണ ബാങ്ക് ജനകീയ പ്രതിഷേധം ക്ഷണിച്ചു വരുത്തിയത്. DYFI, യൂത്ത് കോൺഗ്രസ്, യൂത്ത് ലീഗ്, യുവമോർച്ച അടക്കം സംഘടനകൾ ബാങ്കിന് മുന്നിൽ പ്രതിഷേധം ആരംഭിച്ചതോടെ സ്ഥലത്ത് വൻതോതിൽ പോലീസിനെ വിന്യസിക്കുകയായിരുന്നു. ബാങ്ക് ജീവനക്കാരെ കരുവാക്കി മാനേജ്മെന്റ് ദുരിതബാധിതരെ ചൂഷണം ചെയ്യുകയാണെന്ന വിമർശനമാണ് സമരക്കാർ ഉയർത്തിയത്. ബാങ്ക് തിരുത്തൽ നടപടി ആരംഭിച്ചതോടെ സമരക്കാർ ബാങ്കിന് മുന്നിൽ നടത്തിയ പ്രതിഷേധം അവസാനിപ്പിച്ചു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.